കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ അങ്കമാലിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. കൂട്ടത്തിൽ അമ്മയുടെ ഒപ്പം പോകണമായിട്ട് അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. തന്നെ പോകാൻ പറ്റാത്തതിന് അമ്മേനെ കൊണ്ടും കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് അമ്മേനെയും കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. പോയി കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോഴുള്ള കഥകളാണ് ഇനിയും പറയാൻ പോകുന്നത്. അവിടെ വെച്ചുള്ള കഥകൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് കൊതിയോടെ ഞാനുണ്ടല്ലോ ഒരു പപ്സും ഒരു കട്ട്ലേറ്റും, പക്ഷേ അതിനകത്ത് 2 പപ്സിൻ്റെ ഒരെണ്ണം അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ മണം തന്നെ ഒരുപാട് അങ്ങ് ആസ്വദിച്ച്. കാരണം ഇത്രയും ദിവസം മണമടിച്ച് ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. എനിക്കങ്ങനെ സ്മെല്ല് അടുപ്പിച്ച് ഞാനങ്ങനെ ഫുഡ് കഴിക്കാറില്ല. കഴിച്ച് കഴിഞ്ഞാൽ ഞാനത് ഛർദ്ദിക്കും. അപ്പോൾ എനിക്ക് ഛർദ്ദിയുടെ അതിലൊന്ന് മാറി നിൽക്കണതിനും കൊണ്ട് ഞാനത് ഒന്ന് ആസ്വദിച്ച് ആ സ്മെല്ലൊന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലുണ്ടായൊരു വലിയ മാറ്റമുണ്ട് അത്. കാരണം സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് അത് പ്രഗ്നൻസി ടൈമിലൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഉണ്ടായ ഒരിതും അത് മാറിയപ്പോഴുണ്ടായ ഒരിതുമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പൊതി തുറന്നു ഞാൻ മണത്തുകൊണ്ട് ഇരുതൂട്ട് കുറച്ച് നേരം. എന്നിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി അതിനൊന്ന് കണ്ട് ഞാൻ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട്ലേറ്റ് എടുത്തൊരു കടി അങ്ങ് കടിച്ചു. എൻ്റെ പൊന്നോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും നാളെ കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ CC ബേക്കറിയിൽ നിന്ന് ആട്ടോ മേടിച്ചത്, അങ്കമാലിയിൽ നിന്ന്. അത് കഴിഞ്ഞ് ആ പപ്സും കഴിച്ചു. പപ്സും നല്ലതായിരുന്നു കേട്ടോ. അത് എഗ് പപ്സ് ആയിരുന്നു. ഞാൻ വെജിറ്റബിളിൻ്റെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തായാലും വല്ലപ്പോഴും കഴിക്കാൻ വേണ്ടി അല്ലേ മേടിക്കത്തുള്ളൂ ഇതൊക്കെ. അപ്പം ഇതന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എഗ് പപ്സ് മേടിച്ചു. പിന്നെ വെജിറ്റബിൾ മേടിക്കുമ്പോൾ ചിലപ്പോൾ നല്ലതാവണമെന്നില്ലല്ലോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞങ്ങൾ സീമാസിലും മെട്രോയിലും പിന്നെ ഒരു സ്റ്റേഷനറി കടയിലും ഞാൻ കയറിയിട്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അത് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും പോകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അമ്മച്ചിക്ക് ഒരു മെറ്റീരിയലിൻ്റെ തുണി എടുത്തിട്ട് അത് നമുക്ക് ചുരിദാർ അയക്കണമെന്ന് പറഞ്ഞ ആ മെറ്റീരിയലും പിന്നെ കാലും ലൈനിങ്ങും ഒക്കെ ആയിട്ടാണ് മേടിച്ചത്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാൻ എന്തിട്ടൊക്കെ മേടിച്ചു എന്ന്. ഞാൻ പിന്നെ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു ഷോർട്ട് പാൻറ്റ് മേടിച്ചു തരുന്നു കേട്ടോ. നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റൊക്കെ ഇടുമ്പോൾ അകത്ത് ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ ഫ്രോക്ക് നൈറ്റോ അല്ലെങ്കിൽ എന്ത് ഇട്ടാലും നൈറ്റ് ഇട്ടാലും നമുക്ക് അകത്ത് എന്തെങ്കിലും ഇടണമല്ലോ, അല്ലാതെ പാവാട ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഓരോന്നോരോന്നിട്ട് കാണിക്കുന്നത് പുട്ട്, അതിൽ ഗോപിപ്പുട്ട് എനിക്കല്ല കേട്ടോ, അമ്മയ്ക്കായിട്ട്. പിന്നെ ഇത് വൈറ്റോണിൻ്റെ ഒരു പൗഡർ, പിന്നെ സോപ്പ്, ബ്രഷ്, പിന്നെ ബാത്റൂമിലൊക്കെ തൂക്കിയിടാമെന്ന് വിചാരിച്ച അത് മേടിച്ച സ്മെല്ലുള്ളത്, പിന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പൂ, പിന്നെ കുളി കഴിയുമ്പോൾ തലയിൽ പറ്റാനുള്ള പൊടിയും മേടിച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോർട്ട് പാൻറ്റ്. അത് ഒരെണ്ണം അത്യാവശ്യം കുഴപ്പമില്ല, മറ്റേത് വലിയെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മച്ചിയുടെ സെലക്ഷനാണ് അത്. 2 മേടിച്ചു. പിന്നെ ഇന്നറും മേടിച്ചു തരുന്നു കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. ഇതപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളിലിട്ടുകൊണ്ട് നടക്കാമല്ലോ. അപ്പോൾ 2 മേടിച്ചോളൂ. ഇനി മേടിക്കണമെങ്കിൽ നമുക്ക് വഴിയെ മേടിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ വില വന്നത് ഇതിന് 125 രൂപയും മറ്റേതിന് 130 തോന്നുന്നു കേട്ടോ. 130 രൂപയാണ് കേട്ടോ. മെട്രോന്നാണ് ഇതൊക്കെ മേടിച്ചത്. പിന്നെ ഞാൻ ടവല് കുറച്ച് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് ഞാൻ അലക്കാനിട്ടു. ഈ ടവലും ആ പാൻറ്റും അതുപോലെ തന്നെ ഇന്നറൊക്കെ ഞാൻ അലക്കാനിട്ടിട്ട്, ഞാൻ ഈ വക സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ആദ്യം ഒന്ന് വാഷ് ചെയ്യും കേട്ടോ, എന്നിട്ട് ഞാൻ ഇടാറുള്ളൂ. അല്ലെങ്കിൽ അതെന്തോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വാഷ് ചെയ്യിക്കുമ്പോൾ ഇടാൻ ഇങ്ങനത്തെയുള്ള ഐറ്റംസ്. പിന്നെ ഞാനുണ്ടല്ലോ വായിക്കാമെന്ന് വിചാരിച്ച് ഇതുപോലത്തെ പുസ്തകമൊന്നും നിങ്ങളത് വായിച്ചിട്ടുണ്ടാവില്ല, പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ മേടിച്ചതായിട്ട് ഇതുപോലത്തെ പുസ്തകങ്ങൾ. എനിക്കിങ്ങനെ വലിയ ബുക്കുകൾ ചിലപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് വായിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാനിത് മേടിച്ചത്.